അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി യേശുനാമത്തിൽ എന്നെ ഉയർത്തി ഈ ആൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിദ്യാ സെബാസ്റ്റ്യൻ. ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരുമ്പനി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2025 ജൂലൈ 26 ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു നേഴ്സാണ്. എല്ലാവരെയും പോലെ വിദേശത്ത് പോകാനായിട്ട് വർഷങ്ങളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലതവണ OET എഴുതി ഫെയിലായി. അങ്ങനെയാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ജർമ്മൻ എക്സാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാസ്സായി. ഞാൻ 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് 3ഉം ഫെയിലായി. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ മാനസികമായി തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ പള്ളിയിൽ വെച്ചൊരു ചേച്ചിയെ കാണുകയും ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്താലേ മോളുടെ കാര്യങ്ങളെല്ലാം സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ ഇൻ്റർവ്യൂവിന് മെയിലൊന്നും വന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം മനസ്സിനുണ്ടായി. അതുവരെ ഭയങ്കര ടെൻഷനും നിരാശയൊക്കെ ആയിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് 90 ദിവസം കഴിഞ്ഞ് ജപമാല റാലി ആയിരുന്നു. ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ മെയിൽ വരികയും അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ. ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആദ്യത്തെ 3 ഇൻ്റർവ്യൂവും നല്ലോണം പെർഫോം ചെയ്തു. അതുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടാനൊരു സാധ്യതയില്ലെന്ന് ആണ് പറഞ്ഞത്. ഞാൻ ഓർക്ക വഴിയായിരുന്നു ജർമ്മൻ പഠിച്ചത്. കാരണം എനിക്ക് വർക്കിംഗ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു GNM നേഴ്സാണ്. പിന്നെ എനിക്ക് വാർഡിൽ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു മൈനസ് മെറിറ്റ് നിൽക്കുന്ന എന്നെ പരിശുദ്ധ അമ്മ ഉയർത്തി. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് അതിൽ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അമ്മ, ഈ സർട്ടിഫിക്കറ്റിനൊന്നും ഒരു വിലയില്ല, വെറും കടലാസ് കഷ്ണത്തിൻ്റെ വാല്യൂ ഇതിനുള്ളൂ. അമ്മയുടെ ഈ വിശുദ്ധ ഒപ്പിൻ്റെ യോഗ്യതയാൽ എനിക്കൊരു മെറിറ്റുമില്ല, അമ്മ എന്നെ ഉയർത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്നത്. പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് വിശുദ്ധ തൈലം നെറ്റിയിലും തൊണ്ടയിലും ചെവിയിലും കുരിശ് വരച്ച് വിശുദ്ധ ഉപ്പും കഴിച്ച് ഫോണിലും ഞാനിരുന്ന സ്ഥലത്തും ഉപ്പ് വിതറിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഭയങ്കര ടെൻഷനായിരുന്നു. ചില ചോദ്യങ്ങളൊക്കെ അവരെന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് തിരിയുന്നില്ല. അവരെന്തോ ചോദിക്കുന്നു, ഞാനെന്തോ പറയുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. കിട്ടാനൊരു സാധ്യതയില്ല, ഒരു മെറിറ്റും എനിക്കില്ല. അങ്ങനെ സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ്. റിസൾട്ട് വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമെന്ന് ശ്വാസം വിടുന്നത് പോലെ ഞാൻ മനസ്സിലെപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഉറക്കത്തിൽ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛനോട് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടേ. പരിശുദ്ധ അമ്മേനെ സ്വപ്നം കണ്ടു. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. ഒരു മെറിറ്റും ഇല്ലാതിരുന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ മാതാവിനേക്ക് പാസ്സാക്കി തന്നു. പിറ്റേന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി ഓടിയെത്തി. അന്നേരം എന്നോട് പറഞ്ഞു, വിസയും ടിക്കറ്റുമായി വന്നാലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന്. അന്ന് ഞാൻ ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കറക്റ്റ് 90 ദിവസം ആകുന്നതിന് 2 ദിവസം മുമ്പ് ജർമ്മൻ വിസ നൽകി ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, വീടിൻ്റെ അടുത്തൊരു സ്നേഹഭവനമുണ്ട്, അനാഥാലയം. അവിടെ എല്ലാ ആഴ്ചയും പോയി അവർക്ക് തുണി അലക്കി കൊടുക്കുമായിരുന്നു. എനിക്ക് പറ്റുന്നത് പോലെ അവർക്ക് സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങി കൊടുക്കുമായിരുന്നു. ഗവൺമെൻറ് ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കും, അവർക്ക് പൈസയായിട്ട് കൊടുക്കും. അങ്ങനെ രോഗികളെ സന്ദർശിക്കും. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും കൊണ്ട് കൊടുത്തു. എനിക്ക് കിട്ടിയ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്തത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, നല്ലോണം പ്രാർത്ഥിക്കാനും എല്ലാവർക്കും നന്മ ചെയ്യാനും മറ്റുള്ളവർ ക്ഷമിക്കാനുമുള്ള പ്രത്യേക അനുഗ്രഹം മാതാവ് തന്നു. പിന്നെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതിനുള്ള പ്രത്യേക ഒരു ബോധം മാതാവ് തന്ന അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിലെന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ
അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ 2085 വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. വിദ്യയുടെ ഈ ഉടമ്പടി ജീവിതത്തിൽ വിദ്യയ്ക്ക് വേണ്ടിയിരുന്നത് ഒരു ജർമ്മൻ വിസ മാത്രമാണ്. പക്ഷേ അതിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ നേടിയെടുത്തത് ഈശോയുടെ സ്നേഹവും ഈശോയെ കൈമാറാനുള്ള ഒരു വലിയ ആർജവത്വവുമാണ് വിദ്യ ഇന്ന് നേടിയെടുത്തിട്ടുള്ളത്. ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളും തന്നെ ജീവിതത്തെ നവീകരിക്കുകയും ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ ഉന്നത തലത്തിലേക്ക് എത്തുന്നതാണ് നാം എപ്പോഴും ഉടമ്പടിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 പ്രാവശ്യം ജർമ്മൻ എക്സാം പാസ്സായി ഫെയിലായിട്ടുള്ള ഒരു വലിയ തകർച്ചയിലൂടെയാണ് ഈ മകളിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. ആദ്യത്തെ പുതുക്കൽ 90 ദിവസം കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഈ മകൾക്ക് ജർമ്മൻ വിസ നൽകി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വലിയ ഒരു അനുഗ്രഹം നൽകി എന്ന് പറയുന്നു. അച്ഛനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് ലഭിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചുവെന്നാണ് ഈ മകൾ ഏറ്റു പറയുന്നത്. അതുപോലെ തന്നെ പരീക്ഷാ സമയത്ത് കൃത്യമായി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വാസ പ്രമാണത്തോടെ പ്രയോഗിച്ചതുകൊണ്ട് ഇനി പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ എന്നെ വിജയിപ്പിക്കാനാകൂ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രമേ എനിക്ക് ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ലോകത്തോട് ഏറ്റുപറയാനാകൂ. എന്നെ രക്ഷിക്കാനും ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായി ഈശോ ഇന്നും നമ്മോടൊപ്പമുണ്ട് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഈ പാസാവിലൂടെ, ഈ ജർമ്മൻ വിസയിലൂടെ എനിക്ക് നൽകണമേ എന്ന് വിദ്യ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ തൻ്റെ ആത്മീയ ജീവിതത്തെയും പ്രേക്ഷിത പ്രവർത്തനത്തെയും ഓരോ പത്രം കൊടുക്കുമ്പോഴും ഈശോ തന്നെ സംസാരിക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നത്തക്ക വിധം ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു വിശുദ്ധിയോടുകൂടി മറ്റുള്ളവരെ നോക്കിക്കാണുവാനും സ്പർശിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും ഈശോ ചോദിക്കുന്ന ആ ഉത്തരത്തിന് എനിക്ക് ദാഹിച്ചപ്പോഴും വിശന്നപ്പോഴും, ഞാൻ നഗ്നനായിരുന്നപ്പോഴും, ഞാൻ പ്രദേശവാസിയായിരുന്നപ്പോഴും, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിന് വിദ്യയ്ക്ക് സാധിച്ചു. വിദ്യയ്ക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് ഏറ്റു പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുമ്പോൾ നമ്മുടെ എത്ര തന്നെ മെറിറ്റുകളില്ലെങ്കിൽ ഉണ്ടായിരുന്നാലും പക്ഷേ അതെല്ലാം 0 ആയി തീരുമ്പോൾ കൃപകൾ നമ്മൾ പ്രായോഗികമാകുന്നു, നമുക്ക് കൃപകൾ ലഭിക്കുന്നു. നമ്മുടെ എല്ലാ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളും നമ്മുടെ എല്ലാ തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എത്ര തന്നെ നിരാശപ്പെട്ടു പോയ കാര്യങ്ങളായാലും ദൈവം ഇടപെടുന്നു, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പരിശുദ്ധ അമ്മ അവിടുത്തെ അങ്കിയിൽ നമ്മെ കൂട്ടിച്ചേർത്ത് നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു വലിയ ഉറപ്പ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. വിദ്യയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.